ഹലോ ഡിയേഴ്സ്, ICT ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസൈൻ ഫാക്ടറി. നമ്മൾ ഡിസൈൻ ഫാക്ടറിയിൽ ഒരു ഇങ്ക്സ്കേപ്പ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുകയാണ്. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു പോസ്റ്ററാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇങ്ക്സ്കേപ്പ് എന്നത് ഒരു വെക്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. വെക്റ്റർ ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂം ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റി നഷ്ടപ്പെടാത്ത തരം ഇമേജുകളെയാണ് നമ്മൾ വെക്റ്റർ ഇമേജ് എന്ന് പറയാം. ആ രൂപത്തിലുള്ള വെക്റ്റർ ഇമേജസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇങ്ക്സ്കേപ്പ്. ഇവിടെ നമ്മൾ ഇങ്ക്സ്കേപ്പ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഒരു ഇമേജിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇങ്ക്സ്കേപ്പ് എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ന്യൂ ഡോക്യുമെന്റ് എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്കിവിടെ ഈ ഒരു വിൻഡോയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡിസൈൻ ബോർഡർ നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ബോർഡർ നമുക്ക് ആവശ്യമില്ല എങ്കിൽ നമുക്കിതിനെ ഒഴിവാക്കാവുന്നതാണ്. ഫയൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസിൽ താഴ്ഭാഗത്ത് ഷോ പേജ് ബോർഡർ എന്ന ടിക്ക് മാർക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പേജ് ബോർഡർ കാണാൻ ഡിസേബിൾ ആയി പോകുന്നതാണ്. ഇനി ആദ്യം തന്നെ നമുക്ക് പോസ്റ്ററിലൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഡിസൈൻ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇവിടെ ടൂൾസ് അവൈലബിൾ ആണ്. ഇതിൽ നിന്നും റെക്റ്റാങ്കിൾ ടൂള് സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പിൽ നമുക്കൊരു റെക്റ്റാങ്കിൾ വരച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഫയൽ ന്യൂ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് വരച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മളിവിടെ നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗത്ത്, ഈ താഴ്ഭാഗത്ത് നമുക്ക് കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് കളർ ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് സെലക്ഷൻ ആയി നിൽക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കളേഴ്സ് ഇതിൽ അപ്ലൈ ആവും. ഇനി ഇതിൽ നമുക്ക് കാണുന്ന സേ നോ ടു വാർ ഓഗസ്റ്റ് 6 ഹിരോഷിമ ഡേ എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ടൂളാണ് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ്, അതായത് ഈ ടൂള്. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ടൈപ്പ് ചെയ്യാം സേ നോ എന്നുള്ളതും. ഇനി ടു എന്നുള്ളത് മറ്റൊരു തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ ഒരു സെലക്ഷൻ ആയി നിൽക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാവുന്നതാണ് ഫോണ്ട് സൈസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫോണ്ട് സൈസ് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഫോണ്ട് സൈസിൽ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. ദെൻ ഈ ടൂള് യൂസ് ചെയ്ത് സെലക്ട് ചെയ്യണം. ബോൾഡ് ഇത് കട്ടിക്കൂട്ടുന്നെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഫോണ്ട് സ്റ്റൈല് ഏതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ആൻഡ് കളർ നമുക്കിവിടെ തന്നിട്ടുള്ളത് ഒരു പിങ്ക് ഷെയ്ഡ്, പിങ്ക് കളർ നമുക്കിവിടെ ചൂസ് ചെയ്യാം ഈ രൂപത്തിൽ. എന്നിട്ട് നമ്മൾ ഇതിനെ ഈ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ സെലക്ട് ചെയ്യാം. നമുക്കതിൻ്റെ സൈസിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താവുന്നതാണ്. ഇനി നമുക്ക് ടു എന്ന് കൊടുത്തിട്ടുള്ളത് മറ്റൊരു തരത്തിലാണ്. അതിനുവേണ്ടി ടു എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിൻ്റെ സൈസൊക്കെ ചെക്ക് ചെയ്ത ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് അതിൽ കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. അതിന് ഒരു കളർ ഷെയ്ഡ് കൊടുക്കാം. എന്നിട്ട് ഇത് ചൂസ് ചെയ്ത് ഒബ്ജക്റ്റ് ലോവർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് താഴേക്ക് പോയതായിട്ട് കാണാവുന്നതാണ്. എന്നിട്ട് ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് എന്നെടുക്കുന്നു, കൺട്രോൾ G. ഓക്കെ, സേ നോ ടു എന്നുള്ളത് നമുക്ക് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കാം. ദെൻ വാറ് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ചെയ്ത അതേ രൂപത്തിൽ ഈ ടു എന്നതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് വൈറ്റ് കളറ് നേരത്തെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ദെൻ വാറ് അഗെയിൻ നമ്മൾ ഒരു ഫോണ്ട് ഫിക്സ് ചെയ്യുന്നു.
വാർ എന്ന് ടൈപ്പ് ചെയ്ത് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് നമുക്ക് മൂവ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് അതിനെ മൂവ് ചെയ്യാം. ഇതേ രൂപത്തിൽ നമ്മൾ നമ്മുടെ താഴെ ഹിരോഷിമ ഡേ എന്ന് കൊടുത്തിട്ടുള്ളതും കൂടെ സേ നോ ടു വാർ എന്ന് കണ്ടു. ഈ ഭാഗം കൂടെ നമുക്ക് അതേ രൂപത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ ഈ 2 എന്നുള്ളത് ഇതിൻ്റെ മുകളിലായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി അത് സെലക്ട് ചെയ്യുന്നു, ഒബ്ജക്റ്റ് റൈസ് എന്ന് കൊടുക്കുന്നു. ഇത് രൂപത്തിൽ ബാക്കിയും നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഈ ഒരു ഇമേജാണ്. അതിന് ആദ്യം ഈ ഒരു ഡോവിനെ കൊണ്ടുവെക്കുന്നതിന് മുൻപ് ഇവിടെ ഒരു സർക്കിൾ ഷേപ്പ് നമുക്ക് കാണാവുന്നതാണ്. ആ ഷേപ്സ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു, ഒരു സർക്കിളിൻ്റെ ഷേപ്പ് എടുക്കുന്നു, അതിനൊരു കളർ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, ഒരു ലൈറ്റ് ഷെയ്ഡ് നമ്മൾ കൊടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ കൺട്രോൾ D എന്ന് സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കുന്നു. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് സൈസ് ചെറുതാക്കുമ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് ഏകദേശം ഒരുപോലെ കിട്ടുന്നതാണ്. എന്നിട്ട് അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. എഗെയിൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, സൈസ് ചെറുതാക്കുന്നു, അതിൻ്റെ കളറിലൊരു മാറ്റം വരുത്തുന്നു, എഗെയിൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഈ രൂപത്തിൽ നമുക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നു അത്രയും നമ്മൾ അതിൻ്റെ ഒരു ഭാഗം ചെയ്ത് തീർക്കുക. ഓക്കെ, എഗെയിൻ ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് ആക്കുന്നു. ഈ ഒരു രൂപത്തിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം ഒരൊറ്റ ഒബ്ജക്റ്റായിട്ട് മാറേണ്ടതുണ്ട്. ഇതിൻ്റെ ഓരോ ഒബ്ജക്റ്റിൻ്റെയും എഡ്ജിലുള്ള കളർ അല്ലെങ്കിൽ എഡ്ജിലുള്ള ആ ഒരു ഷേപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന ഓപ്ഷൻ എടുത്താൽ, ഈ ഫിൽ എന്ന് പറയുന്നത് ഉള്ളിലുള്ള കളേഴ്സിനാണ്. ഫിൽ ഇവിടെ ഉണ്ട്. സ്ട്രോക്ക് പെയിൻറ് എന്ന് പറഞ്ഞതാണ് നമ്മുടെ എഡ്ജിലുള്ളത്. അപ്പോൾ ആ എഡ്ജ് ആവശ്യമില്ല എങ്കിൽ നമുക്ക് ജസ്റ്റ് അതിനെ ഒരു ക്ലോസ് ചെയ്താൽ മതിയാവും. ഇനി എഡ്ജ് ആവശ്യമാണ്, അതിൻ്റെ കട്ടി കൂട്ടണമെങ്കിൽ അതേപോലെ സ്ട്രോക്ക് സ്റ്റൈലിൽ അതിൻ്റെ വിടുത്ത് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ, ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിടുത്ത് കൂട്ടി കൊടുക്കണമെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ആവശ്യമില്ല. നമുക്ക് സ്ട്രോക്ക് പെയിൻറ്റിൽ പോയിട്ട് അതിനെ ഒഴിവാക്കിയാൽ മതി. ഇതേ രൂപത്തിൽ നമ്മൾ അത് ഫസ്റ്റ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോൾ എല്ലാത്തിനും അതേ എഫക്റ്റാണ് വരിക. ഓക്കെ, ഈ രൂപത്തിൽ എല്ലാത്തിൻ്റെയും സ്ട്രോക്ക് നമ്മൾ ഒഴിവാക്കി. ഇനി ഇതിനെ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു, എല്ലാ ഒബ്ജക്ട്സും സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് എന്ന് കൊടുക്കുന്നു. ഇതൊരൊറ്റ ഇമേജായിട്ട് മാറി. ഓക്കെ, ഇനി ഈ ഇമേജിനകത്തേക്ക് നമുക്ക് ഒരു ഡോവിൻ്റെ പിക്ചർ, ഇയാളെ കണ്ടോ, ഈ ഒരു ഡോവിനെ കണ്ടോ, ആ ഒരു പിക്ചർ നമുക്കിതിലേക്ക് കൊണ്ടുവന്ന് വെക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഫയൽ ഇമ്പോർട്ട് എന്ന് കൊടുക്കണം. ഒരു PNG അല്ലെങ്കിൽ JPG ഇമേജിനെ നമുക്കിതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ SVG ഇമേജിനെ ആക്കി നമ്മൾ ഇതിലേക്ക് അതിൽ നമ്മൾ ഓപ്പൺ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് ഇവിടെ ലഭിക്കും. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഇമേജിൻ്റെ എഡ്ജ് കളറാണ് ഈ ബ്ലാക്ക്. അതുകൊണ്ട് നമ്മൾ ഇമേജ് ഇവിടെ വെച്ച ശേഷം ഈ ബ്ലാക്ക് കളറ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെയാണ് മാറ്റേണ്ടത്? ഫില്ലിലല്ല, സ്ട്രോക്ക് പെയിൻറ്റിൽ നമ്മൾ ഈ ഫ്ലാറ്റ് കളർ എടുത്തിട്ട് വൈറ്റ് ചൂസ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, കളർ അങ്ങനെ ചൂസ് ചെയ്യാം. പിന്നീട് നമുക്ക് ഇതിനെ ഈ ഒരു രൂപത്തിൽ ഇതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് വലിച്ചാൽ ഇതിൻ്റെ പൊസിഷൻ തിരിച്ചിങ്ങോട്ടാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ പോസ്റ്റർ ഒന്ന് നോക്കാം. ഈ ഒരു വൈറ്റ്. ഓക്കെ, ദെൻ ഇനി ഈ ഒരു ഭാഗം കാണുന്നുണ്ട് അല്ലേ, ഒരു നെൽക്കതിർ പോലെയുള്ള ഒരു ഭാഗം. അത് എങ്ങനെയാണ് നമുക്ക് നൽകാമെന്ന് നോക്കാം. ഡോവിനെ ഒന്ന് സൈസ് ഒന്ന് കൂട്ടിക്കൊടുക്കാം. അതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ടൂളാണ് ബെസിയർ കർവ് ആൻഡ് സ്ട്രൈറ്റ് ലൈൻ ടൂള്. അത് വെച്ചിട്ട് നമ്മൾ ഒരു ലൈന് വരക്കുന്നു. ഓക്കെ, ഈ ലൈനെ ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തോ നമുക്ക് ലൈൻ അവസാനിപ്പിക്കാം. അതിനൊരു കളറും ചൂസ് ചെയ്യുന്നു. എന്നിട്ട് നോഡ് എഡിറ്റ് പാത്സ് ബൈ നോഡ് എന്ന ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ ഷേപ്പിൽ ചെറിയ ഒരു മാറ്റം വരുത്താം. ഓക്കെ,
ഇങ്ങനെ ഒരു ഷേപ്പിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇതിന് നമുക്ക് ലീവ്സ് ഉണ്ടാക്കേണ്ടതുണ്ട്. ആ ലീഫ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഒരു സർക്കിൾ വരക്കുന്നു. അതേ സർക്കിളിന് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. റൈറ്റ് ക്ലിക്ക് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഏതായാലും മതി. ഇനി ഈ ഒരു ഇമേജിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് പ്രത്യേകിച്ച് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയി, അതാണ് നമ്മുടെ ഈ വിൻഡോ. ഫില്ലിൽ ഒരു ഒപ്പാസിറ്റി നമ്മൾ കുറച്ച് കൊടുക്കുക. ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം കൂടുതലായിട്ട് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒപ്പാസിറ്റി കുറച്ചാൽ ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ ഭാഗം നമുക്കതിൽ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗം, ലീഫിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ഇതിനെ സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് കീ യൂസ് ചെയ്തുകൊണ്ട് 2 ഒബ്ജക്റ്റും ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് പാത്തിൽ ഇൻ്റർസെക്ഷൻ എന്ന് എടുക്കുന്നു. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ 2 ഒബ്ജക്റ്റിലും ഉള്ള കോമൺ പാർട്ട് മാത്രം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പകരം നമുക്ക് യൂണിയൻ ഓപ്ഷൻ ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നുള്ളത് കട്ട് ചെയ്ത് മറ്റതിലുള്ളത് എടുക്കാനാണ്. എനിവേ ഈ ഒരു സെലക്ഷൻ വരുമ്പോൾ ഇതിൽ ഒരു തവണ കൂടി ക്ലിക്ക് ചെയ്താൽ നമുക്ക് റൊട്ടേഷനുള്ള ഒരു ഓപ്ഷൻ വരുന്നതാണ്. ഓക്കെ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്കിങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഈസിയാണ് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് CTRL-D അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര ഡ്യൂപ്ലിക്കേറ്റ്സ് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ആ ഒരു ലീഫിൻ്റെ പോർഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതേ രൂപത്തിൽ ഈ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഈ രൂപത്തിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഇങ്ങനെ ആണ് നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ഒബ്ജക്ട്സ് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് ഇത് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു. ഒബ്ജക്റ്റ് ഗ്രൂപ്പ് ഒറ്റ ഗ്രൂപ്പാക്കി മാറ്റുന്നു. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു ഭാഗം കൂടെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കംപ്ലീറ്റ് പോസ്റ്ററിനെ ഒരൊറ്റ ഇമേജ് ആക്കിയിട്ട് മാറ്റാം. അതിന് വേണ്ടി അത് കംപ്ലീറ്റ് ഒന്ന് ഗ്രൂപ്പ് ചെയ്താൽ മതിയാവും. കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു. റെക്റ്റാങ്കിൾ അടക്കം നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഒബ്ജക്റ്റ് ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് പോസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ പോസ്റ്ററിനെ നമുക്ക് ഒരു ഇമേജ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. നോർമലി നമ്മൾ ഫയല് സേവ് ചെയ്താൽ ഇത് ഇങ്ക്സ്കേപ്പ് മോഡിൽ സേവ് ആകും. പകരം നമുക്കിതൊരു ഇമേജ് രൂപത്തിലേക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എക്സ്പോർട്ട് PNG ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ എക്സ്പോർട്ട് ആസ് എന്ന ബട്ടൺ കാണാം. എക്സാമിന് നമ്മളോട് എക്സ്പോർട്ട് ചെയ്യാനാണ് മെയിനായിട്ട് പറയുക. എന്നിട്ട് നമ്മുടെ ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. അതിൽ നമ്മളൊരു പേര് നൽകി .png എന്നതാണ് ഉണ്ടാവുക. ആ ഒരു പേര് കൊടുത്ത് നമുക്കതിനെ സേവ് ചെയ്യാം. സേവ് എന്ന് കൊടുത്ത് എഗെയിൻ നമ്മളിവിടെ എക്സ്പോർട്ട് എന്ന ഒരു ബട്ടൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മുടെ ഇമേജിനെ നമുക്ക് പോയി നോക്കാം. നമ്മൾ സ്കൂൾ സ്റ്റുഡൻസ് വർക്ക് 10ൽ വാർ എന്ന പേരിൽ നടത്താം. അതൊരു നോർമൽ ഇമേജായിട്ട് നമുക്ക് ലഭ്യമാവുന്നതാണ്. ഓക്കെ, ഈ രൂപത്തിലാണ് നമ്മൾ ആ പോസ്റ്റർ തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.